കണ്ണൂർ മുൻ എ.ഡി.എം നവീൻ ബാബുവിന്റെ മരണത്തിൽ നടന്ന പോലീസ് അന്വേഷണത്തിൽ കുടുംബത്തിന് തൃപ്തിയുണ്ടായിരുന്നില്ല. ഇതിന്റെ ഭാഗമായാണ് അന്വേഷണത്തിന്റെ പരിധിയിൽ വരേണ്ടുന്ന 13 കാര്യങ്ങൾ വ്യക്തമാക്കി കുടുംബം കോടതിയിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ടത്. കേസിലെ ഏക പ്രതിയായ പി ദിവ്യ ഉപയോഗിച്ച മൊബൈൽ നമ്പറുകളും ക്വാർട്ടേഴ്സിന് സമീപത്തെ CCTV ദൃശ്യങ്ങളുമൊക്കെയാണ് കുടുംബം അധികമായി ആവശ്യപ്പെട്ടത്. കണ്ണൂരിൽ നവീൻ ബാബു താമസിച്ച ക്വാർട്ടേഴ്സിന് മുന്നിൽ നിന്ന് അർജുൻ കല്യാട് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. എനിക്ക് പിന്നിലുള്ള ഈ ക്വാർട്ടേഴ്സിലാണ് കണ്ണൂർ മുൻ ADM ആയിരുന്ന നവീൻ ബാബു താമസിച്ചിരുന്നത്. 2024 ഒക്ടോബർ മാസം 14-ാം തീയതി രാത്രിയിൽ ഏതോ സമയത്ത് ഈ ക്വാർട്ടേഴ്സിൽ നവീൻ ബാബു മരണപ്പെടുന്നു. 2024 ഒക്ടോബർ മാസം 15-ാം തീയതി രാവിലെയാണ് നവീൻ ബാബു മരണപ്പെട്ട വിവരം അദ്ദേഹത്തിൻ്റെ ഡ്രൈവറായിരുന്ന ആൾ അറിയുന്നതും പിന്നീട് ഇവിടെ വലിയ രീതിയിൽ അത് വിവാദമായി മാറുകയും ചെയ്തത്. ഈ പറയുന്ന റോഡ് നേരെ ചെന്ന് പോകുന്നത് പള്ളിക്കുന്ന് കൃഷ്ണമേനോൻ കോളേജിന് തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിൻ്റെ ഭാഗത്തേക്കാണ്. ആ ഭാഗത്ത് ഒരു CCTV ഉണ്ട്. അവിടെയുള്ള സ്കൂളിൻ്റെ പ്രധാനപ്പെട്ട ഗേറ്റിന് മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള CCTV ആണ്. ആ CCTV ദൃശ്യങ്ങളിൽ ഒരു ഭാഗത്ത് ഈ പെട്രോൾ പമ്പിൻ്റെ ഉടമയായിട്ടുള്ള പ്രശാന്തൻ ഈ മരണപ്പെടുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അവിടത്തേക്ക് എത്തുന്നതും ഇവർ തമ്മിൽ ക്വാർട്ടേഴ്സിൻ്റെ ഭാഗത്തേക്ക് നടന്നു വരുന്നതുമൊക്കെ ആയിട്ടുള്ള ദൃശ്യങ്ങൾ ആ സമയത്ത് പുറത്തു വരികയും ചെയ്തിരുന്നു. കുടുംബം പറയുന്നത് ഇത് ഒരു ചെറിയ ഭാഗം മാത്രമാണ്, എഡിറ്റ് ചെയ്ത ഭാഗം മാത്രമാണ് കോടതിയിൽ ഹാജരാക്കിയത് എന്നുള്ള ഒരു കാര്യമാണ് കുടുംബം പറയുന്നത്. എന്നാൽ അതിൻ്റെ മുഴുവൻ ഭാഗങ്ങളും വേണമെന്ന ആവശ്യം പുനരന്വേഷണത്തിൻ്റെ ഭാഗമായി സമർപ്പിച്ചിട്ടുള്ള കുടുംബത്തിൻ്റെ ഹർജിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിന് പുറമെ പി ദിവ്യയുടെ ഒഫീഷ്യൽ നമ്പറും പേഴ്സണൽ നമ്പറും ആ 2 ഫോൺ നമ്പറുകളുടെയും ജനുവരി മാസം മുതൽ നവംബർ മാസം വരെ 2024 ജനുവരി മുതൽ 2024 നവംബർ മാസം വരെയുള്ള CDR വേണമെന്നുള്ള ആവശ്യം കുടുംബം മുന്നോട്ടേക്ക് വെക്കുന്നു. പക്ഷേ പുനരന്വേഷണത്തിൻ്റെ ഭാഗമായി പോലീസ് നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ മാർച്ച് മുതൽ നവംബർ മാസം വരെയുള്ള CDR മാത്രമേ ഉള്ളൂ. കോടതി അത് പോരാ എന്ന് പറയുകയും ജനുവരി മാസം മുതലുള്ളത് വേണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും അതിൻ്റെ ഭാഗമായി കേസ് നാളെ പരിഗണിക്കാനിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ കൂടിയാണ് ഈ നവീൻ ബാബു കേസിൽ ഒരു CBI അന്വേഷണത്തിന് സർക്കാർ തീരുമാനിക്കുന്നു. ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ അത്തരമൊരു തീരുമാനമുണ്ടാകുമെന്ന തരത്തിൽ വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. കണ്ണൂരിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുപഴശ്ശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് റിപ്പോർട്ടർ. ഏതായാലും CBI അന്വേഷണത്തിലുള്ള കുടുംബത്തിന്റെ ആവശ്യം സർക്കാർ അംഗീകരിക്കുകയും അത് ഒരു രാഷ്ട്രീയ താല്പര്യമാണ് എന്ന് CPM വിമർശനം ഉന്നയിക്കുകയും ചെയ്തതോടുകൂടി കൂടുതൽ ചർച്ചയിലേക്ക് വരികയാണ് ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. വിശദമായ റിപ്പോർട്ടാണ് നമ്മൾ ഇത്രയും നേരം പരിഗണിച്ചത്. ഇനിയൊരു